ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ. നീണ്ട ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി സൺഡേ സ്കൂൾ ആനുവൽ ഡേയുമായി കടന്നു വരാൻ ദൈവം നമ്മളെ സഹായിച്ചു. അതിന് ദൈവത്തോട് നന്ദി പറയുന്നു. അതുപോലെ കടന്നു വന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ തിരക്കുകളുടെ ഇടയിൽ ഞങ്ങൾക്കായി കുറച്ച് സമയം മാറ്റിവെച്ചതിനായി എല്ലാവരോടും നന്ദി പറയുന്നു. ഇതുവരെ എല്ലാം പ്ലാൻ ചെയ്യുവാനും റെഡിയാക്കുവാനും എല്ലാം കഴിഞ്ഞത് ദൈവത്തിൻ്റെ കൃപയാലൊന്ന് മാത്രമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മുൻപോട്ടും കർത്താവിൻ്റെ സഹായത്താൽ എല്ലാം ഭംഗിയായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണം. അജിതങ്ങൾ ഇപ്പം ഞങ്ങളെ പ്രാർത്ഥനയിൽ ലീഡ് ചെയ്യും. ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് വീണ്ടും നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പ്രത്യേക കർത്താവെ സൺഡേ സ്കൂൾ പ്രോഗ്രാമായിട്ടൊക്കെ കർത്താവെ ഞങ്ങൾ കടന്നു വന്നല്ലോ. കർത്താവെ ഞങ്ങളുടെ കൃപയും സാന്നിധ്യവും കർത്താവെ ഞങ്ങൾ നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാം ഏറ്റവും ബ്ലസ്ഡായി തീരുവാൻ തക്കോണം കർത്താവെ കുഞ്ഞുങ്ങളെയൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക സാന്നിധ്യവും കർത്താവെ ദൈവിക അനുഗ്രഹവും കർത്താവെ ഞങ്ങൾ നിറച്ചു നിർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായി അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ കേൾക്കുന്ന ഞങ്ങൾക്ക് കർത്താവെ, കാണുന്ന ഞങ്ങൾക്ക് കർത്താവെ ഹൃദയത്തിൽ അത് ഗ്രഹിപ്പാൻ തക്കോണം കർത്താവെ അവിടുന്ന് ശക്തിയിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായി സ്തോത്രം മാനവ മഹത്വം എടുക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കുന്ന പിതാവേ. Thank you, Uncle. Looking back, last 1 year was a time of major shifts in our Sunday school. Many of our friends had to leave Kuwait to different parts of our country. ശരിക്കും ഒത്തിരി പേര് പോയി. Yes, though it is sad and we're missing all of them, we move on accepting it as God's will. So here we are today, only a dozen of us, to present to you the little we have. We would like to start our program with a prayer song by our little friends. Dear God, thank you for loving me and giving me all. When I grow up, I will be still serving you. I want to know you more. I want to love you more. I'll never forget you, Lord. In Jesus' name, amen. I want to know you, Lord. You are a great big God. I'm young and do not know a lot. Come and be my all. I want to love you more, giving you my life and all. You've died for me, you've sacrificed. I won't forget you, Lord. I love you, Jesus. I'll grow up knowing you. I love you, Jesus. I'll grow up serving you. I love you, Jesus. My life is saved by you. I'll never forget, never forget. I'll grow up serving you. I want to know you, Lord. You are a great big God. I'm young and do not know a lot. Come and be my all. I want to love you more, giving you my life and all. You've died for me, you've sacrificed. I won't forget you, Lord. I love you, Jesus. I'll grow up knowing you. I love you, Jesus. I'll grow up serving you. I love you, Jesus. My life is saved by you. I'll never forget, never forget. I'll grow up serving you. I love you, Jesus. I'll grow up knowing you. I love you, Jesus. I'll grow up serving you. I love
താങ്ക് യു ഡിയർ വൺസ്. നല്ല മീനിങ് ഫുൾ പ്രയർ ആയിരുന്നു അല്ലേ ശാരൻ? അതെ സാം, അവർ പാടിയതുപോലെ ചെറുപ്പം മുതലേ കർത്താവിനെ പറ്റി അറിഞ്ഞു വളരുന്നത് ശരിക്കും ഒരു ബ്ലെസ്സിങ് ആണ്. അതുകൊണ്ട് തന്നെ വി താങ്ക് ഗോഡ് ഫോർ ആ സൺഡേ സ്കൂൾ. നമുക്ക് ദൈവത്തിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെറുപ്പം മുതലേ അറിയാൻ കഴിഞ്ഞു. നമുക്കിതെല്ലാം ഒരുക്കി തരുന്ന പേരൻസിനെയും സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെയും ഞങ്ങൾ നന്ദി പറയുന്നു. Our next program is an instrumental song from Nia. Let's all listen to it. Thank you, Nia. It was very melodious. Edwina will be singing a song for us now. സൃഷ്ടാവാം ദൈവമേ എന്നീശുവേ, നിത്യനാം ദൈവമേ എന്നീശുവേ, സൃഷ്ടാവാം ദൈവമേ എന്നീശുവേ, നിത്യനാം ദൈവമേ എന്നീശുവേ, ഉന്നതനാം നായകനേ, വന്ധ്യതനാം നായകനേ, സൗഖ്യത്തിൻ ദായകനേ, കർത്താദി കർത്താവേ, വരുന്നു ഞാൻ നിൻ തിരുസന്നിധിയിൽ, പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിടും നീതാ, വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ, പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിടും നീതാ, വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ, നിന്നീതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ, നിന്നീതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ, കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ, കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ, പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിടും നീതാ, വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ, പരിശുദ്ധനേ രാജാവേ, അങ്ങേ നാമിച്ചിടുന്നേ, വീരനാം ദൈവമേ, അങ്ങേ വാഴ്ത്തിടുന്നേ. താങ്ക് യു എഡ്വീന ഫോർ ദ ബ്യൂട്ടിഫുൾ സോങ്. അടുത്തതായി നമ്മുടെ കുഞ്ഞു കൂട്ടുകാർ എവലിനും എന്നിയെയും നമുക്ക് വേണ്ടി ഒരു ആക്ഷൻ സോങ് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ്.
Thank you, Evelyn and Enya. Next is a group worship song. Let us listen with a heart of worship and exalt our Lord's name on high with them as they sing us to us in 4 languages: English, Hindi, Arabic and Malayalam. പ്രൈസ് ഗോഡ്. ഞാൻ ആദ്യമായാണ് അറബിക്കിൽ ഒരു ക്രിസ്ത്യൻ സോങ് കേൾക്കുന്നത്. ബെനീറ്റ അനിയ, നിങ്ങളുടെ സോങ് സൂപ്പറായിരുന്നു. താങ്ക് യു സാം ചേട്ടാ. കുറച്ച് നേരം കാര്യങ്ങളൊന്ന് മാനേജ് ആവോ? ഞാൻ പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വരാം. ഓക്കെ, പെട്ടെന്ന് വരണേ, ഞങ്ങൾക്ക് അടുത്ത പ്രോഗ്രാം ഉള്ളതാ. ഓക്കെ. നെക്സ്റ്റ് പ്രോഗ്രാം എന്താണിയാ? Next is an action song by Tani Tots. Let's watch the dazzling performance. Zumba, Zumba, hey, Zumba, 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 Zumba.
ടൈനി ടോട്ട്സ് വളരെ മനോഹരമായി അവതരിപ്പിച്ചു. ഗോഡ് ബ്ലെസ് യു ഓൾ. നമ്മൾ ആക്ഷൻ സോങ്ങിൽ കണ്ടതുപോലെ നമ്മുടെ രാജാവ് സ്വർഗത്തിനുള്ളതാൽ നമ്മൾ ഒന്നിനും പേടിക്കണ്ട. True, Benita. Next we'll have a story by Diana. Praise the Lord. ഞാൻ ഇന്ന് ഒരു കഥ പറയാൻ പോവാണ്. എന്തൊരറിയാമോ? The Lord lost the sheep. ഒരടുത്ത് ഷെപ്പേർഡ് ഉണ്ടായിരുന്നു. ആ ഷെപ്പേർഡിക്ക് 100 ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഷെപ്പേർഡെല്ലാം ആട്ടിൻകുട്ടികളെ നോക്കിയത്? സൂക്ഷിച്ചു നോക്കുവായിരുന്നു. എന്തൊക്കെയായിരുന്നു ആ വയറ് നിറച്ച ഷെപ്പേർഡിന് കൊടുത്തത്? വയറ് നിറച്ച് വെള്ളവും ഭക്ഷണവും കൊടുത്തു. എല്ലാ രാവിലെ എവിടെയായിരുന്നു ആ ഷെപ്പേർഡ് ആട്ടിൻകുട്ടികളെ കൊണ്ടുപോകുന്നത്? മേയ്ക്കാൻ കൊണ്ടുപോകുന്നു. പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ആട്ടിൻകുട്ടി വഴി തെറ്റി പോയാൽ ഷെപ്പേർഡ് പറയും, ആട്ടിൻകുട്ടി അതല്ല ശരിയായ വഴി, ഇതാ ശരിയായ വഴി. വീട്ടിൽ പോയിട്ട് എല്ലാ ആട്ടിൻകുട്ടീൻ്റെ കൗണ്ട് ചെയ്യുമായിരുന്നു. എൻ്റെ കൂടെ ഒന്ന് കൗണ്ട് ചെയ്യണേ. 1 2 3 4 അങ്ങനെ 97 98 99. അയ്യോ, 100ാമത്തെ ആട്ടിൻകുട്ടീനെ കാണാനില്ലല്ലോ. അവൻ എത്ര ക്ഷീണിച്ചാലും അവൻ വീണ്ടും കൗണ്ട് ചെയ്ത്. എൻ്റെ കൂടെ ഒന്ന് കൗണ്ട് ചെയ്യണേ. 1 2 3 4 അങ്ങനെ 97 98 99. അയ്യോ, 100ാമത്തെ ആട്ടിൻകുട്ടീനെ കാണാനില്ലല്ലോ. അവൻ പേടിച്ചു പോയി. അവൻ തപ്പി നോക്കാൻ പോയി. അവൻ പോയപ്പോൾ അവരെ മുള്ളും കല്ലും ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ആട്ടിൻകുട്ടി എവിടെയാന്ന് എന്ന് പറഞ്ഞു. വീണ്ടും ആട്ടിൻകുട്ടി എവിടെയാന്ന്? അതുകൊണ്ട് ഒരു ശബ്ദം വീഴുന്നു. അവൻ ഓടി ചെന്ന് നോക്കിയപ്പോൾ അവന് സങ്കടമായി. എന്നിട്ട് ഷീപ്പിനെ തോളെ വെച്ചിട്ട് ഒടുവിലെല്ലാം തുടച്ച് കളഞ്ഞു. മോറൽ ഓഫ് സ്റ്റോറി, നമ്മളുടെ ഷെപ്പേർഡ് ആരാന്നറിയുമോ? ഗോഡ്. പക്ഷെ ഗോഡ് ഷെപ്പേർഡാണെങ്കിൽ ആരാ ഷീപ്പ്? നമ്മളെല്ലാവരും ഷീപ്പാ. നമ്മൾ ആൻസർ കേട്ട് വഴി പോയാൽ ദൈവം പറയും, അതല്ല ശരിയായ വഴി, ഇതാ ശരിയായ വഴി എന്ന് പറയും. വീണ്ടും അങ്ങനെ ചെയ്താൽ നമ്മളുടെ ലാസ്റ്റ് ഷീപ്പിൻ്റെ പോലെ ആകും. John 10:27-6, my sheep hear my voice and I know them and they follow me. Thank you. That is really adorable, Diana. Next we have a song by Tevin.
बजाती है आशीष लेकर नीचे आती है सूरी राजा बना बजाती है आशीष लेकर नीचे आती है प्रभु हमारा कितना देखो हमसे करते क्या प्रभु हमारा कितना देखो हमसे करते क्या हालेलुया हालेलुया नीचे आती है प्रभु हमारा कितना महान देखो हमसे करते क्या प्रभु हमारा कितना महान देखो हमसे करते क्या हालेलुया हालेलुया That was wonderful, Tevin. ഇനി നമുക്ക് തിമോത്തിയുടെ സ്റ്റോറി കേട്ടാലോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്റ്റോറി പറയാൻ പോവാണ്. പണ്ട് ജോൺ എന്ന് പറഞ്ഞാൽ പ്രോഫറ്റ് ഉണ്ടായിരുന്നു. ഒരു ദിവസം ഗോഡ് ജോനാപ്പച്ചനെ പറഞ്ഞു, നീ പോയി നിനവയ്ക്ക് പോയി പ്രീച്ച് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ജോനാപ്പച്ചൻ ഗോഡ് പറയാനുസരിക്കാതെ വേറൊരു സ്ഥലത്തിൽ പോകാൻ ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ കയറി. ജോനാപ്പച്ചൻ ബോട്ടിൻ്റെ ഏറ്റവും അടി കയറി സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ആ സമയത്ത് പെട്ടെന്ന് കാറ്റും മഴയും ഇടിയും വന്നു. അപ്പം ബോട്ടിലുള്ള ആൾക്കാരെല്ലാം അവരുടെ ഗോഡിനോട് പ്രാർത്ഥിച്ച് അവർ നോക്കിയപ്പോൾ ജോനാപ്പച്ചൻ താഴെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നു. അപ്പോൾ അവർ ജോനനെ വിളിച്ചു, ജോന എനിക്ക് നീയൊന്നും അറിയുന്നില്ലേ, ഇവിടെ കാറ്റും മരയും എല്ലാം വന്നിരിക്കുക, നീ നിൻ്റെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. അപ്പം ജോനയ്ക്ക് മനസ്സിലായി എൻ്റെ കുഴപ്പം കൊണ്ടാണ്. അപ്പം ജോന പറഞ്ഞു എന്നെ വെള്ളത്തിലോട്ടിടാൻ. അപ്പോൾ അവർ ചീറ്റിട്ടു, ജോനൻ്റെ പേര് വന്നു. അപ്പം അവരെല്ലാം വെള്ളത്തിലോട്ടിട്ടപ്പോൾ അപ്പം കാറ്റും മഴയും ഇടിയും എല്ലാം സ്റ്റോപ്പായി. ഗോഡ് ഒരു ബിഗ് ഫിഷിനോട് പറഞ്ഞു ആ ജോനനെ എടുത്ത് വിരിങ്ങാൻ. 3 ഡേയ്സിലും 3 നൈറ്റും ജോനാപ്പച്ചൻ്റെ ഫിഷിന് വയറ്റി കിടക്കുന്നു. ജോനാപ്പച്ച ഗോഡിനോട് പ്രാർത്ഥിച്ചു. ഗോഡ് ജോനാപ്പച്ചൻ പറഞ്ഞു, ഫിഷിനോട് പറഞ്ഞു, നീ പോയി സാൻഡിൽ പോയി വോമിറ്റ് ചെയ്യാൻ. അപ്പം ജോനാപ്പച്ചൻ വേഗം എണീറ്റ് നിനവയ്ക്ക് പോയി പ്രീച്ച് ചെയ്തു. ഇതാണ് എൻ്റെ സ്റ്റോറി. മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ് ഗോഡ് പറയുന്ന അനുസരിക്കണം. താങ്ക് യു.
നല്ല ക്യൂട്ട് സ്റ്റോറി ആയിരുന്നു തിമോത്തി. അടുത്തൊരു ഒരു പ്രോഗ്രാം സ്കിറ്റാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജാണ് അതിൽ. നമുക്ക് ശ്രദ്ധയോടെ കാണാം. അത് കഴിയുമ്പോൾ ടൈറ്റസ് അങ്കിളുടെ ഓഡിയൻസിനായി ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ പോകട്ടെ, പ്രോഗ്രാം റെഡി ആകാറായി. So all of you enjoy your skit. ഈ സ്കിറ്റിൽ കാണിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളും സംഭവങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. ഇതാ തിരക്കേറിയ പ്ലാനുകളും പദ്ധതികളുമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ഹലോ മാത്യു, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷങ്ങൾ? ഞാൻ എൻ്റെ ഈ മാസത്തെ ഷെഡ്യൂൾ ഒന്ന് പ്ലാൻ ചെയ്യുകയായിരുന്നു. അടുത്ത 15-നല്ലേ നമ്മുടെ കമ്പനിയുടെ ആനുവൽ ബോർഡ് മീറ്റിംഗ്? ഓക്കെ. ഒരു ദുബായ് ട്രിപ്പ് പ്ലാൻ ചെയ്യാനായിരുന്നു. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ എങ്ങനെ? കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാനുണ്ട് എനിക്ക്. ഒരു കാര്യം ചെയ്യുക, നാളെ ഒരു 4:30 ആകുമ്പോൾ ഓഫീസിലേക്കൊന്ന് വരൂ. ഓക്കെ ഓക്കെ, ശരി, ബൈ. ഹലോ നീന, എന്തുണ്ട് നാട്ടിൽ വിശേഷങ്ങൾ? ഓക്കെ. ദൈവം സഹായിച്ച് എല്ലാം ഇവിടെ ഓക്കെ ആയിട്ട് പോകുന്നു. പ്രയറിനൊക്കെ പോകുന്നുണ്ട്. പിന്നെ നീ നമ്മുടെ ബ്രോക്കറിനെ ഒന്ന് വിളിച്ച് നമ്മുടെ പറമ്പിൻ്റെ റൈറ്റ് സൈഡിലുള്ള സ്ഥലം വിൽക്കാനുണ്ടോ എന്നൊന്ന് ചോദിക്കണേ. നല്ല വില കിട്ടുവാണെങ്കിൽ മേടിച്ചേക്കാം നീ. എന്താ? ആര്? അതൊന്നും വേണ്ട. അങ്ങനെ സഹായം ചോദിച്ച് ഒത്തിരി പേര് വരും. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എത്രത്തെ കാര്യങ്ങളുണ്ട്. എന്നാൽ ശരി. ശരിക്കും കേൾക്കുന്നില്ല. തിരക്കാണേ, വെച്ചേക്കുവാണേ. ഓക്കെ ഓക്കെ. ഓരോരുത്തർ വന്നോളും. ആരാ? എന്താ ഇത്? എങ്ങനെ റൂമിനകത്ത് വന്നു? ഞാൻ കർത്താവിൻ്റെ അടുക്കൽ നിന്ന് വന്നതാണ് നിന്നെ കൊണ്ടുപോകാൻ. ഈ ഭൂമിയിൽ നിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. വരൂ, പോകാം. അയ്യോ, ഇത്ര പെട്ടെന്നോ? എൻ്റെ പ്ലാനുകൾ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട്. പ്ലീസ് കുറച്ചൊന്ന് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുമോ പ്ലീസ്? സോറി, ഈ അപ്പോയിൻമെൻ്റ് അങ്ങനെ മാറ്റാൻ പറ്റുകയില്ല. വരൂ, പോകാം. അയ്യോ, എൻ്റെ ഡ്രസ്സ് മാറണ്ടേ? ഇന്നലെ മേടിച്ച് എൻ്റെ പുതിയ ലീ കൂപ്പറിൻ്റെ ഷർട്ട് ഇതുവരെ ഇട്ടിട്ട് പോവില്ല. അവിടെ ഈ ബ്രാൻഡൊന്നും പോരാ മോനെ, നീ പെട്ടിയെടുക്ക്. ഇതെന്താ ഈ പെട്ടിക്കകത്ത്? ഇതൊരു സ്പെഷ്യൽ പെട്ടിയാണ്. നിന്റെ മുഴുവൻ സമ്പാദ്യവും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇത്രേ ഉള്ളോ? എല്ലാം ഈ പെട്ടിയിലുണ്ടോ? എല്ലാവരും ഒരു പെട്ടിയായിട്ടാണ് പോകുന്നത്? അങ്ങനൊന്നുമല്ല. 3, 4, 10 ഒക്കെ കൊണ്ടുപോകുന്നവരുണ്ട്. കുറച്ചാൾ മുമ്പ് ഒരാൾ മരിച്ചപ്പോൾ ഞങ്ങൾ സ്വർഗത്തിലെ സ്പെഷ്യൽ ലഗേജ് വണ്ടി കൊണ്ടുവന്നിട്ടാണ് അയാളുടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയത്. ഗ്രഹാമെന്നോ മറ്റോ ആയിരുന്നു പുള്ളിയുടെ പേര്. ഞാൻ അവിടെ ചെന്നിട്ട് നോക്കിയിട്ട് പറയാം. ആണോ? എന്താണ് ഈ പെട്ടിയിൽ? ബാങ്കിൽ നിന്ന് എൻ്റെ ഡിപ്പോസിറ്റ്സ് എല്ലാം എടുത്തായിരുന്നോ? എൻ്റെ ലോക്കറിനകത്തുള്ള സാധനങ്ങൾ, അതുപോലെ എൻ്റെ ഡ്രസ്സ്, എൻ്റെ മറ്റു സാധനങ്ങൾ. അതൊന്നും കൊണ്ടുപോകാൻ പറ്റുകയില്ല. അതൊന്നും നിൻ്റെതല്ലായിരുന്നു. അത് ഈ ലോകത്തിൻ്റെതാണ്. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് സൂക്ഷിച്ച് വെച്ചതൊന്നും എൻ്റെ അല്ലായിരുന്നോ? പിന്നെ എന്താണ് ഈ പെട്ടിയിൽ? എൻ്റെ ക്വാളിഫിക്കേഷൻസ് ആണോ? എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഞാൻ ഡബിൾ PG ഒക്കെ എടുത്തിട്ടുണ്ട്. സ്പോർട്സിലും എനിക്ക് ഇഷ്ടം പോലെ മെഡൽ കിട്ടിയിട്ടുണ്ട്. ക്രിക്കറ്റ്,
പിന്നെ ഫുട്ബോളിൻ്റെ കാര്യം പറയേ വേണ്ട. എൻ്റെ കളി കണ്ടിട്ടുണ്ടോ? കളിയൊക്കെ കൊള്ളാം, പക്ഷെ ഇതൊന്നും നിൻ്റേതല്ലായിരുന്നല്ലോ, അതൊക്കെ നിൻ്റെ സാഹചര്യങ്ങളുടേതായിരുന്നു. കർത്താവേ, പിന്നെ എന്താണ് കൊണ്ടുപോകാൻ പറ്റുന്നത്? എൻ്റെ ഓർമ്മകൾ വല്ലതുമാണോ? ഓർമ്മകളോ? ഓർമ്മകൾ ഒരിക്കലും നിൻ്റേതല്ലായിരുന്നു, അതെല്ലാം സമയത്തിൻ്റേതായിരുന്നു. നീ സമയത്തിന് അതീതമായ സ്ഥലത്തേക്കാണ് പോകുന്നത്. എൻ്റെ ബന്ധുക്കൾ, എൻ്റെ കൂട്ടുകാർ, അവരാരും നിൻ്റെ സ്വന്തമല്ലായിരുന്നു, അവരൊക്കെ നിൻ്റെ ഗമനപാതയുടെ സ്വന്തമായിരുന്നു. അറ്റ്ലീസ്റ്റ് എൻ്റെ ഭാര്യയും മക്കളും അവരെൻ്റേതല്ലേ? ഭാര്യയും മക്കളും ഒക്കെ നിൻ്റെ ഹൃദയത്തിൻ്റെ സ്വന്തമായിരുന്നു. ഷോ, അപ്പോൾ ഇത്രയും നാൾ ഞാൻ എൻ്റേതായി കരുതിയതൊന്നും എൻ്റേതല്ലായിരുന്നു അല്ലേ? അവസാനമായി ഈ എൻ്റെ ശരീരമോ? അതും നിൻ്റെ സ്വന്തമല്ല. മണ്ണിൽ നിന്ന് വന്ന് മണ്ണിലേക്ക് മടങ്ങുന്നു. പിന്നെ എന്താണ് ഈ പെട്ടിയിൽ? ഉയരത്തിലേക്ക് വേണ്ടി നീ നിക്ഷേപിച്ച എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സും ഇതിലുണ്ട്. അവിടെ നിനക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലവും ഇതനുസരിച്ചാണ്. എന്നാ ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, തുറന്നു വയ്ക്കുള്ളൂ. അയ്യോ, ഇതിലൊന്നുമില്ലല്ലോ. ഒന്നുമില്ലേ? നിന്റെ നന്മ പ്രവർത്തികൾ നീ കർത്താവിന് വേണ്ടി ചെയ്തത് എല്ലാം ഇതിലുണ്ടാകേണ്ടതാണ്. കർത്താവിൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം ആർക്കെങ്കിലും കൊടുത്താൽ അതിന് വരെ കൃത്യമായ പ്രതിഫലമുള്ളതാണ്. എന്നാലും ചിലരൊക്കെ കാലിപ്പെട്ടിയായിട്ട് അവിടെ വന്നൊരു മൂലയ്ക്ക് തലകുരിച്ച് നിൽക്കുന്നവരുണ്ട് കേട്ടോ. അയ്യോ, അപ്പോൾ അവിടെ എനിക്ക് 0 ബാലൻസ് ആണോ? പക്ഷെ ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല, ആരോടും ഒന്നും വാങ്ങിയിട്ടുമില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി ഒരു മനുഷ്യനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. അത് ശരിയാ, നീ സ്വന്തം കാര്യം മാത്രമേ നോക്കിയിട്ടുള്ളൂ എന്ന് പെട്ടി കണ്ടപ്പോഴേ മനസ്സിലായി. പക്ഷെ ഞാൻ പണ്ടേ കർത്താവ് വിശ്വസിച്ചതാണ്. മിക്കവാറും ചർച്ചിൽ പോകാറുണ്ടായിരുന്നു. വല്ല തെറ്റും എനിക്ക് പറ്റിയോ അത് ഏറ്റു പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ടൊക്കെയാ ഞാൻ വന്നത്, അല്ലെങ്കിൽ കൊണ്ടുപോകാൻ വേറെ ആൾ വന്നേനെ. എന്തായാലും കാലിപ്പെട്ടി എടുക്ക്, പോകാം. റിട്ടയർമെൻ്റ് ആയിക്കഴിഞ്ഞ് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഞാൻ പ്ലാൻ ഇട്ടതാണ്. പക്ഷേ ഇത്ര നേരത്തെ ആവുന്നു ഞാനും പ്രതീക്ഷിച്ചില്ല, സത്യം പറഞ്ഞ. സാറേ, അത് എനിക്കൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ് സമയം തരാമോ? അപ്പുറത്തെ മത്തായി ചേട്ടൻ്റെ ക്യാൻസർ ചികിത്സയ്ക്കായിട്ട് അവർ 2-3 പ്രാവശ്യം സഹായം ചോദിച്ചതാണ്. എനിക്കാണെങ്കിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല. നല്ല ലാഭം കിട്ടുന്ന കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഞാനങ്ങ് മറന്നും പോയി. ചർച്ചിലും ജോലി പോയ 2-3 സഹോദരങ്ങൾ, വിധവയായ ഒരു സഹോദരി, ഇവരൊക്കെ 2-3 പ്രാവശ്യം എന്നോട് സഹായം ചോദിച്ചിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല ആക്ച്വലി. ഞാൻ ഫണ്ട് വന്നാൽ കൈ വെക്കാതെ നേരെ വേഗം അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ചിലവായി പോകുന്നേ. അതുകൊണ്ട് അവർ ചോദിക്കുമ്പോൾ ഞാൻ കൊടുത്തില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് കറക്റ്റ് ടൈമിൽ കറക്റ്റ് സ്ഥലത്ത് ചെയ്യണമല്ലോ. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ നോക്കിയും കണ്ടും ഒക്കെ ചെയ്തില്ലെങ്കിൽ ചുറ്റും തട്ടിപ്പാണ് നടക്കുന്നത്. അതാ കേട്ടോ. അതെ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് കറക്റ്റ് സമയത്ത് കറക്റ്റ് സ്ഥലത്ത് തന്നെ ചെയ്യണം, പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാ സാറേ, ഒരു 2-3 മിനിറ്റ് ഇങ്ങോട്ട് തന്നാൽ മതി. കുറച്ച് പണം ആ മത്തായി ചേട്ടനും ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് കൊടുക്കാൻ ഏർപ്പാടാക്കിയിട്ട് ഞാനിങ്ങ് വേഗം വരാം. എൻ്റെ അക്കൗണ്ടിൻ്റെ അടുത്ത് ഒരു വാക്ക് ജസ്റ്റ് പറയേണ്ട താമസമല്ലേ ഉള്ളൂ. സോറി, കഴിഞ്ഞു മോനെ, നിന്റെ ചാൻസ് കഴിഞ്ഞു. മനുഷ്യൻ ജീവനോട്ടിരിക്കുമ്പോൾ മാത്രമേ അവൻ ഉയരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അയ്യോ, കഷ്ടമായി പോയല്ലോ. അതെ, ശരിക്കും കഷ്ടം തന്നെ. പക്ഷെ ഇനി ഒരു നിമിഷം പോലും നിനക്കില്ല. ഇത്രയേറെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടാണോ ഒരു കാലിപ്പെട്ടിയുമായിട്ട് നിനക്ക് പോകേണ്ടി വന്നത്? കഷ്ടം. നീ ഒരു മണ്ടനായി പോയല്ലോ. മണ്ടനല്ല, തിരുമണ്ടൻ.
ഇറങ്ങ് സമയമായി. ഇൻവെസ്റ്റ്മെന്റ്സ് കറക്റ്റ് സമയത്ത് കറക്റ്റ് സ്ഥലത്ത് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. വേദപുസ്തകത്തിലെ 1 തീമോത്തി 6 അധ്യായം 7 വാക്യം, നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ ഒരു കാര്യം കൂടി ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഭൂമിയിലായിരിക്കുമ്പോഴാണ് നമ്മൾ സ്വർഗത്തിലേക്ക് നിക്ഷേപം സ്വരുക്കൂട്ടേണ്ടത്. പ്രിയ സഹോദര സഹോദരി, കർത്താവ് നിനക്കായി മുന്നൊരുക്കിയ സൽപ്രവൃത്തികൾ ചെയ്യാൻ പല സാഹചര്യങ്ങൾ നിന്റെ മുൻപിൽ വരാറില്ലേ? ദൈവാത്മാവ് ചില കാര്യങ്ങൾക്കായി നിന്നെ പ്രേരിപ്പിക്കാറില്ലേ? ഭൂമിയിലെ നിക്ഷേപങ്ങൾക്കായിട്ടുള്ള തിരക്കേറിയ ഓട്ടത്തിനിടയിൽ അതൊന്നും തള്ളിക്കളയല്ലേ, മാറ്റിവെക്കല്ലേ. നാളത്തെ ദിവസം നമ്മുടെ ആകണമെന്നില്ല. വരാൻ പോകുന്ന നിത്യകാലത്തിലേക്ക് ഒരു നല്ല അടിസ്ഥാനം നിക്ഷേപിക്കുവാൻ, നന്മ ചെയ്യുവാനും സൽപ്രവർത്തകളിൽ സമ്പന്നരാകുവാനും ദാനശീലരും ഔദാര്യമുള്ളവരുമാകുവാൻ ദൈവവചനം ആജ്ഞാപിക്കുന്നു. തക്ക പ്രതിഫലം ലഭിക്കുവാൻ ഒരു നാൾ നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടവരാണ് എന്നത് നമുക്ക് ഓർക്കാം. അന്ന് നമ്മൾ ലജ്ജിച്ച് തലതാഴ്ത്തുവാൻ ഇടയാകാതെ ഇരിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ നിക്ഷേപം ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് തന്നെ ചെയ്യുവാൻ അധികമായി ഉത്സാഹിക്കാം. ഹായ് ഓൾ, നിങ്ങളെല്ലാവരും സ്കിറ്റ് കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അതിനെ ബേസ് ചെയ്ത് 2-3 ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയാണ് വന്നത്. നിങ്ങൾക്കെല്ലാം മനസ്സിലായോ? നമ്മുടെ ഷാരൻ ചേച്ചിയും സാമച്ചാച്ചനും ഒക്കെ പെർഫോമൻസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിയാണ്. എല്ലാവരും ആൻസർ പറയണേ. ആദ്യം ആൻസർ പറയുന്നവർക്ക് സമ്മാനമുണ്ട്, ഗിഫ്റ്റുകളുണ്ട്. കറക്റ്റ് ആൻസർ പറയുന്നവർക്ക് ഗിഫ്റ്റുകളുണ്ട് കേട്ടോ. ഓക്കെ, കറക്റ്റ് സമയത്ത് കറക്റ്റ് പ്ലേസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ കണ്ടു അല്ലേ? ഏതാണ് കറക്റ്റ് പ്ലേസ് എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ കണ്ട സ്കിറ്റ് പ്രകാരം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഏതാണ് കറക്റ്റ് പ്ലേസ്? എല്ലാവർക്കും പറയാമോ? നമ്മൾ സ്കിറ്റ് കണ്ടതനുസരിച്ച് ഭൂമിയിലുള്ള ഉയരത്തിൽ സ്വർഗത്തിൽ നമ്മൾ നിക്ഷേപങ്ങൾ സ്വരൂപിക്കുന്നു പറഞ്ഞു. കറക്റ്റ് ടൈം ഏതാണെന്ന് പറയാമോ? കറക്റ്റ് ടൈം ആരെങ്കിലും പറയാമോ? കറക്റ്റ് ടൈം എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ, ദൈവം തരുന്ന ഓരോ അവസരങ്ങളും നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങളാരും സ്കിറ്റ് കണ്ടില്ലായിരുന്നോ? ഓക്കെ, ഇതിൻ്റെ ഈ സ്കിറ്റ് പ്രകാരം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ഉയരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപങ്ങൾ നമുക്ക് സ്വരൂപിക്കണമെങ്കിൽ നമുക്ക് ബൈബിൾ പ്രകാരം നമുക്ക് ഒരു പുതിയ ഹൃദയം ഉള്ളവർക്ക് മാത്രമേ നമുക്ക് ബൈബിൾ പ്രകാരം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതിനുവേണ്ടി ബൈബിളിൽ പറയുന്നത് നമ്മൾ വീണ്ടും ജനിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കർത്താവിൽ വിശ്വസിക്കുന്ന വീണ്ടും ജനിച്ചൊരു പുതിയ ഹൃദയം നമുക്കുണ്ടെങ്കിൽ മാത്രമേ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉയരത്തിലുള്ളത് ചിന്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമ്മുടെ ഒരു ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ളൊരു ഹാർട്ട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അപ്പം ഞാൻ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ലോകത്തിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവരെ കുറിച്ച് ബൈബിൾ വിളിക്കുന്ന പേരെന്ന് പറയാൻ പറ്റും? ബൈബിളൊരു പ്രത്യേക ടൈം പറയുന്നുണ്ട്. ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നവരെ കുറിച്ച് ബൈബിൾ വിളിക്കുന്ന പേര് ആരെങ്കിലും പറയാമോ? ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നവരെ പറ്റി ബൈബിൾ പറയുന്ന പേര്, അവർ വിളിക്കുന്ന പേര് സകല മനുഷ്യരിലും അരിഷ്ടരത്ത എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എൻ്റെ കൂടെ ജസ്റ്റിൻ ബ്രദറുണ്ട്, ജസ്റ്റിൻ ഡോക്ടറുണ്ട്. ആ വാക്യങ്ങളൊന്ന് വായിക്കും ജസ്റ്റിൻ ഡോക്ടർ. 1 Corinthians 15:19. If in this life only we have hope in Christ, we are of all men the most pitiable. അതെ, 1 Corinthians 15:19 എന്നാണ് പറയുന്നത്. അതിനകത്ത് ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ച് ജീവിക്കുന്നവരെ ബൈബിൾ വിളിക്കുന്നത് സകല മനുഷ്യരും അരിഷ്ടരെന്നാണ് വിളിക്കുന്നത്. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ റെഫറൻസ് എങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ. കാണുന്നത് താൽക്കാലികം. നമ്മൾ ഈ സ്കിറ്റ് കണ്ടതുപോലെ
സാമിനെ പോലെ കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം എന്ന് പറയുന്നൊരു വാക്യമുണ്ട്. അത് ആർക്കെങ്കിലും റെഫറൻസ് പറയാൻ പറ്റുമോ? റെഫറൻസോ വാക്യമോ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞാലും മതി. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല, ജസ്റ്റിൻ ബ്രദർ തന്നെ നമ്മളെ സഹായിക്കും. നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. സെക്കൻഡ് ഒന്ന് ആ റെഫറൻസ് വാക്യമോ? 2 Corinthians 4:18. While we do not look at the things which are seen, but at the things which are not seen. For the things which are seen are temporary, but the things which are not seen are eternal. അതെ, നമ്മൾ കാണുന്നത് താൽക്കാലികം. നമ്മൾ കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യമായതാണെന്ന് ബൈബിൾ പറയുന്നത്. ഒരു ക്വസ്റ്റിനോട് ആരും ആൻസർ ഒന്നും പറയുന്നില്ല. ഒരു ക്വസ്റ്റിനോട് ചോദിച്ചിട്ട് നിർത്തുക. നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ സമയങ്ങൾ ഉയരത്തിൽ സെറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ വാക്യം നമ്മൾ സ്ഥിരം കേൾക്കുന്ന വാക്യമാണ്. അതിൻ്റെ റെഫറൻസ് എന്ന് പറയാൻ പറ്റുമോ? ആ വാക്യമോ ആ വാക്യം പറഞ്ഞാൽ മതി, റെഫറൻസ് പറഞ്ഞില്ലേലും. ലക്ഷ്മി ആൻറ്റിക്കുണ്ട് സമ്മാനം. ആ വാക്യം ഒന്ന് ജസ്റ്റ് നിങ്ങൾ വായിച്ച് സഹായിക്കാമോ? Colossians 3:1-2. If then you were raised with Christ, seek those things which are above, where Christ is sitting at the right hand of God. Set your mind on things above, not on the things on the earth. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കൂ എന്ന് ദൈവത്തിന് വചനം പറയുന്നു. ഓക്കെ, അപ്പോൾ ആർക്കും പ്രൈസില്ല, ലക്ഷ്മി ആൻറ്റിക്ക് മാത്രമേ ഉള്ളൂ. ആൻസർ പറഞ്ഞവർക്കേ ഉള്ളൂ. നമ്മുടെ പിള്ളേർ റെഡിയായി കാണും, അതുകൊണ്ട് ഞാൻ പോവാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു ടൈറ്റസ് അങ്കിൾ. ഹോപ്പ് എവരിവൺ അണ്ടർസ്റ്റുഡ് ദ മെസ്സേജ്. എന്നാൽ നമുക്ക് അടുത്ത പ്രോഗ്രാം കണ്ടാലോ? അടുത്തതൊരു കൊറിയോഗ്രഫിയാണ്. പക്ഷെ വെറുതെ ഒരു കൊറിയോഗ്രഫി അല്ല കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സ് അതിൽ കൂടെ ജീസസ് പറഞ്ഞൊരു പാരബിളാണ് കാണിക്കുന്നത്. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ ഏത് പാരബിളാണ്? ഞങ്ങളിപ്പോൾ പറയുന്നില്ല, കണ്ടിട്ട് പറയാം. എന്നാൽ ലെറ്റ്സ് വാച്ച് ദിസ് ഹിന്ദി കൊറിയോ. और यीशु ने उनसे कहा कि देखो, एक बोने वाला बीज बोने निकला, और बोते वक्त कुछ दाने राह के किनारे गिरे, और परिंदों ने आकर उन्हें चुग लिया। और कुछ पथरीली जमीन पर गिरे, जहां उन्हें बहुत मिट्टी न मिली। जिसके कान हो वो सुन ले। जिसके कान हो वो सुन ले, जिसकी आँख हो देख ले वो। जिसके कान हो वो सुन ले, जिसकी आँख हो देख ले वो। बोने वाला बीज बोने चला, बोने वाला बीज बोने चला, चला बोने वाला बीज बोने चला, बोने वाला बीज बोने चला, चला चला चला। कुछ दाने राह पे गिरे, कुछ दाने राह पे गिरे, और कुछ परिंदों ने चुग लिए। कुछ दाने राह पे गिरे, और कुछ परिंदों ने चुग लिए। कुछ पथरीली जमीन पे गिरकर मिट्टी ना मिली, बढ़ न सके। और जो गिरे जंगली झाड़ों में, और जो गिरे जंगली झाड़ों में, उनके तले दब के रह गए। जिसके कान हो वो सुन ले, जिसकी आँख हो देख ले वो। जिसके कान हो वो सुन ले, जिसकी आँख हो देख ले वो। बोने वाला
बीज बोने चला, बोने वाला बीज बोने चला, चला चला चला। अच्छी जमीन पे कुछ गिरे, अच्छी जमीन पे कुछ गिरे, बढ़ने लगे फलने लगे। अच्छी जमीन पे कुछ गिरे, बढ़ने लगे फलने लगे। कुछ 100 गुना फले आए, कुछ 100 गुना फले आए, 60 गुना कुछ 30 गुना। जिसके कान हो वो सुन ले, जिसकी आँख हो देख ले वो, जिसके कान हो वो सुन ले, जिसकी आँख हो देख ले वो। बोने वाला बीज बोने चला, बोने वाला बीज बोने चला, चला चला चला। उसके कलाम को सुनते हो, उसके कलाम को सुनते हो, सुनते हो तो समझो भी, दिल में वो बोया बीज है जो, उसको जरा तुम सींचो भी। मानते हो तो दिल में रखो, मानते हो तो दिल में रखो, और जो कहता है वो करो। जिसके कान हो वो सुन ले, जिसकी आँख हो देख ले वो, जिसके कान हो वो सुन ले, जिसकी आँख हो देख ले वो। बोने वाला बीज बोने चला, बोने वाला बीज बोने चला, चला। बोने वाला बीज बोने चला, बोने वाला बीज बोने चला, चला चला चला। Beautiful performance. It was very graceful. Thank you, friends. എല്ലാവർക്കും മനസ്സിലായോ പാരബിൾ ഓഫ് ദ സോവർ ആയിരുന്നു എന്ന്? ചെടികളും പക്ഷികളും എല്ലാം നല്ലതായിരുന്നു അല്ലേ ശാരൻ? അതെ, അവർ പറഞ്ഞ മെസ്സേജും നമുക്ക് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. കേൾക്കുന്ന ഓരോ വചനവും 100 ഭേനി ഫലം കഴിക്കാൻ ഇടയാകട്ടെ. യെസ്, സീരിയസ് ആയി തന്നെ കേൾക്കുന്ന ഓരോ ദൈവവചനവും എടുക്കണം. നെക്സ്റ്റ് എസ്തുകുത്തി നമ്മളോടൊരു കഥ പറയാനുണ്ട്. Hello friends, do you know who I am? Yes, I'm a teacup. Now you look. I'm such a beautiful cup, but I want to tell the story about myself. I haven't always been a teacup. There was a time when I was a clay. My master took me and rolled me and patted me over and over, and I yelled out, "Let me alone," but he only smiled, "Not yet." Then I was placed on a spinning wheel. Suddenly I spun around and around. "Stop it," I cried, "I'm getting dizzy." But the master nodded and said, "Not yet." Then he placed me in an oven. I never felt such heat. I wondered why he wanted to burn me. I yelled and knocked on the door, and I could see him through the opening as he shook his head, "Not yet."
Finally, the door opened. Then he brushed and painted me all over. The fumes were horrible. I thought I would gag. Stop it, I cried. But the master only nodded and said, not yet. Then he put me back in the oven. It was not like the first one, it was twice. I thought, I feared I would suffocate. I begged, I pleaded, I cried all the time, and I could see him through the opening as he shook his head, not yet. I felt there wasn't any hope. I would never make it ready. I was ready to give up. Finally, the door opened and he put me on a shelf. 1 hour later, he held me up to the mirror and said, look at yourself, and I did. That's not me. That couldn't be me. It's so beautiful. I'm beautiful. Moral of the story, God knows what's He doing for all of us. He is the potter and we are His clay. He will mold us and make us so that we might be made into a flawless piece to fulfill His hand. May the take. Thank you, Esther. Next, let's listen to Benita's song. വെട്ടിക്കളയാതെ നിർത്തിയല്ലോ ബലമില്ലാത്തവനായി കണ്ടിട്ടും നീ നട്ടു നനച്ചതുവാ സ്നേഹത്താലേ കുറവുകൾ മാറ്റിയതോ സ്നേഹത്താലേ തോട്ടക്കാരനവൻ എൻ കാവൽക്കാരനവൻ ജീവൻ നൽകിയവൻ മരണത്തെ നീക്കിയവൻ തന്മകനാക്കി കൃപയാലേ മുഴു രക്തം നൽകി ദയാലേ തന്മകനായി ഞാനും വളരട്ടെ നല്ല ബലം ഞാനും കായ്ക്കട്ടെ എന്തൊരു സ്നേഹമിത് ദൈവസ്നേഹം നിറഞ്ഞു കവിയുന്ന ദൈവസ്നേഹം ഈ മൺപാത്രത്തെ ഞാൻ നൽകുന്നു നിറയ്ക്കും എന്നിൽ നിന്നും പകരാൻ കുശവനാണവൻ എൻ കർത്താവാണവൻ ഞാനുടനീളിലും എന്നെ പണിയുന്നവൻ തന്മകനാക്കി കൃപയാലേ മുഴു രക്തം നൽകി ദയാലേ തന്മകനായി ഞാനും വളരട്ടെ നല്ല ബലം ഞാനും കായ്ക്കട്ടെ വളരട്ടെ വളരട്ടെ ഞാനും പകരട്ടെ പകരട്ടെ സ്നേഹം നൽകിടും നൽകിടും ബലം ഹിതം പോലെ വളരട്ടെ വളരട്ടെ ഞാനും പകരട്ടെ പകരട്ടെ സ്നേഹം നൽകിടും നൽകിടും ബലം ഹിതം പോലെ തന്മകനാക്കി കൃപയാലേ മുഴു രക്തം നൽകി ദയാലേ തന്മകനായും വളരട്ടെ നല്ല ബലം ഞാനും കായ്ക്കട്ടെ തന്മകനാക്കി കൃപയാലേ മുഴു രക്തം നൽകി ദയാലേ തന്മകനായി ഞാനും വളരട്ടെ നല്ല ബലം ഞാനും കായ്ക്കട്ടെ. ബെനീറ്റ നന്നായിട്ട് പാടി. അടുത്ത നമ്മുടെ കുഞ്ഞു കൂട്ടുകാരുടെ ഒരു അടിപൊളി ആക്ഷൻ സോങ് ആണ്. സോ ലെറ്റ്സ് ഓൾ വാച്ച് ഇറ്റ്. Sing it absolutely
awesome performance. It was great to see you perform of the wonder of Jesus' love. Next, we will listen to a song by Lily. आज भी मेरे साथ है खड़ा, आने वाले कल में भी होगा। उड़ते हुए तूफानों में तू ही मेरी चट्टान, बढ़ते हुए लहरों पे तेरे कदमों के निशान। तू कहता है उठ जा यहोवा राफा, तू ही मेरा शिफान बीमारियों में। तू कहता है उठ जा यहोवा राफा, तू ही मेरा शिफान। बीत कल में तू साथ मेरे था, आज भी मेरे साथ है खड़ा, आने वाले कल में भी होगा। उड़ते हुए तूफानों में तू ही मेरी चट्टान, बढ़ते हुए लहरों पे तेरे कदमों के निशान। Beautiful singing, Lily. Next, Benita will be saying a psalm for us. Praise the Lord. Psalms 115. To you alone, O Lord, to you alone, and not to us must be your glory be given because of your constant love and faithfulness. Why should the nation ask, where's our God? Our God is in the heaven and he does whatever he wishes. Their gods are made up of gold and silver formed by human hands. They have mouth but cannot speak. They have eyes but cannot see. They have ears but cannot hear. They have nose but cannot smell. They have hands but cannot feel. They have feet but cannot walk. May all who made him and trust in him be like the idol they made. Trust in the Lord, you people of Israel. He helps you and protects you. Trust in the Lord, the priests of God. He helps you and protects you. Trust in the Lord, all who honor him. He helps you and protects you. He will bless. He remember us and bless us. He bless the people of Israel and the priests of God. He bless everyone. He bless everyone who honor him, the great and the small alike. May the Lord give you children, you and your descendants.
May you be blessed by the Lord. May you be blessed by the Lord who made the heaven and the earth. The heaven belongs to the Lord alone, but He gave the earth to the man. The Lord is not praised by the dead and by anyone who go down the land of silence, but we the living praise Him, and for now and forever. Praise the Lord. Thank you, Benita. Next, we'll hear an action song from Devin and Timothy. Thank you, Tevin and Timothy, for the wonderful song. Next, we'll have a song by Diona. This little light of mine, I'm little shine. This little light of mine, I'm gonna let it shine. This little light of mine, I'm gonna let it shine. Let it shine, let it shine, let it shine. Won't let Satan blow it out, I'm gonna let it shine. Won't let Satan blow it out, I'm gonna let it shine. Won't let Satan blow it out, I'm gonna let it shine, let it shine, let it shine, let it shine. Hiding under the bush said no, I'm gonna let it shine. Hide it under the bush said no, I'm gonna let it shine. Hide it under the bush said no, I'm gonna let it shine, let it shine, let it shine, let it shine. Thank you, Diana Kutti, for the beautiful song. നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവസാനത്തിലേക്ക് ഇരിക്കുകയാണ്. അടുത്തതായി നമ്മുടെ ജൂനിയർ ടീമിൻ്റെ ഒരു മെഡ്ലെയാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിറ്റ്. ആ സ്കിറ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയാമോ? ഞങ്ങൾ എല്ലാവരും ആ സ്കിറ്റിലുണ്ട്. ഏറ്റവും ചെറിയ പിള്ളേർ വരെ, ഏറ്റവും കുഞ്ഞുങ്ങൾ വരെ, വലിയൊരു തൊട്ട്. അതുകൊണ്ട് വെയിറ്റ് ആൻഡ് വാച്ച് ടിൽ ദി എൻഡ് ബിക്കോസ് വി ഹാവ് സേവ് ദ ബെസ്റ്റ് ഫോർ ദ ലാസ്റ്റ്.
Hallelujah, 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 hallelujah. Praise Him, Lord. Praise Him, Lord. Hallelujah, praise Him, Lord. Hallelujah, praise Him, Lord. Hallelujah, praise Him, Lord. Hallelujah, 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 hallelujah. Praise Him, Lord. Jesus loves me, yes I know, for the Bible tells me so. Little ones to Him belong, they are weak but He is strong. Yes, Jesus loves me, yes, Jesus loves me, yes, Jesus loves me, the Bible tells me so. Give me oil in my lamp, keep me burning. Give me oil in my lamp, I pray. Give me oil in my lamp, keep me burning. Keep me burning till the break of day. Sing, Hosanna, sing, Hosanna, sing, Hosanna to the King of Kings. Sing, Hosanna, sing, Hosanna, sing, Hosanna to the King of Kings. मेरे बात में ताल दादे प्रभु, मेरे बात में ताल दादे प्रभु, मेरे बात में ताल दादे प्रभु, मेरे आने तक में तुम जो दी। गा Hosanna, गा Hosanna, गा Hosanna राजा यीशु के। गा Hosanna, गा Hosanna, गा Hosanna राजा यीशु के। I come before you today, and there's just one thing that I want to say. Thank you, Lord. Thank you, Lord, for all you've given to me, for all the blessings that I cannot see. Thank you, Lord. Thank you, Lord. With a grateful heart, with a song I praise, with an outstretched arm, I'll bless your name. Thank you, Lord. I just wanna thank you, Lord. Thank you, Lord. I just wanna thank you, Lord. Thank you, Lord. ഇതാ ദൈനംദിന ജീവിതഭാരങ്ങളുടെ മധ്യേ ആയിരിക്കുന്ന ഒരു കുടുംബം.
എന്തു പറ്റിയ ചായ? നിലാവത്തഴിച്ചു വിട്ട കോഴിയെ പോലെ കുറെ നേരമായല്ലോ ഇങ്ങനെ വട്ടം കറങ്ങുന്നത്. എന്തു പറ്റി? നിനക്ക് വല്ലതും അറിയാമോ എൻ്റെ ടെൻഷൻ? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തുമില്ല. ഇന്ന് എത്ര തീയതി? ഇന്ന് 20-ാം തീയതി ആണല്ലോ. ആണല്ലോ. ശമ്പളം വന്നത് തീർന്നു. പിള്ളേരുടെ ഫീസ് കൊടുക്കണം. നീ തന്നെയല്ലേ പറഞ്ഞ് ടീച്ചർ വിളിച്ചിരുന്നു ഈ ആഴ്ച ഫീസ് അടച്ചില്ലെങ്കിൽ എക്സാമിന് ഇരുത്തില്ലെന്ന്. ഞാൻ ഇനി ആരോട് ചോദിക്കാനാ? മടുത്തു. സാജുവിനെ ഒന്ന് വിളിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, കഴിഞ്ഞ പ്രാവശ്യം അവൻ്റെ എന്നാ മേടിച്ചേ. അനിലിനെ ഒന്ന് വിളിച്ചു നോക്കാം. അച്ചായ, വിളിക്കാൻ വരട്ടെ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്നേ. ദൈവം വഴി തുറക്കും. ആ, ദാ പിന്നെയും തുടങ്ങി പ്രസംഗം. ഏലിയാവിന്റെ കാക്കയുടെ കാര്യമായിരിക്കും. എടി, അത് പണ്ടത്തെ കാക്കയാ. ഇപ്പൊ അന്നത്തെ കാക്ക ഒന്നും ഇല്ല. എല്ലാം ബിസിയാ. നമ്മൾ തന്നെ വല്ലതും ചെയ്താൽ നടക്കും. അല്ലാതെ പ്രാർത്ഥിച്ച് ആകാശത്ത് നിന്ന് പൊട്ടിയൊന്നും വീഴത്തില്ല. അച്ചായ, ഒന്ന് നീക്ക. അച്ചായൻ വിളിച്ചോ? കുഴപ്പമില്ല. പക്ഷെ അതിനു മുമ്പ് ആദ്യം ഒന്ന് പ്രാർത്ഥിക്കാം. അതല്ലേ നല്ലത്? മനുഷ്യരിൽ ആശ്രയിക്കുന്നതിലും ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലതെന്നല്ലേ ദൈവവചനത്തിൽ പറയുന്നത്? നീ വിചാരിക്കുന്നത് പോലെയല്ല. ദൈവവചനത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒക്കെ ജീവിക്കാൻ നമുക്ക് പറ്റൂ. പ്രാക്ടിക്കലായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം പ്രാക്ടിക്കലാ അച്ചായ. അത് നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുത്താൽ ഉറപ്പായും നടക്കും. ഓ, കഴിഞ്ഞ ദിവസം ഞാനൊരു ജീവചരിത്രം വായിച്ചു. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയുടെ അത്ഭുത ശക്തി തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്ന ജോർജ് മുള്ളർ. ഓ, ജോർജ് മുള്ളർ. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അദ്ദേഹം അങ്ങ് ഇംഗ്ലണ്ടിലല്ലായിരുന്നു? ആ, അതെ. കയ്യിൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്തപ്പോൾ ദൈവശബ്ദത്തോട് പ്രതികരിച്ച് അദ്ദേഹം ധൈര്യത്തോടു കൂടെ ചുവടുകൾ വെച്ചു. ബ്രിസ്റ്റോൾ എന്ന സ്ഥലത്തെ അനാഥ കുഞ്ഞുങ്ങളെ പരിചരിക്കുവാൻ തീരുമാനിച്ചു. 1-2 കുട്ടികളിൽ തുടങ്ങിയതാ. പക്ഷേ ഒരേ സമയം 2000-ലേറെ അനാഥ കുഞ്ഞുങ്ങളെ ദിനംതോറും പരിചരിച്ച് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു. 2000 കുഞ്ഞുങ്ങളെ? ഇവിടെ 2 കുഞ്ഞുങ്ങളെ തന്നെ നോക്കാൻ മനുഷ്യൻ കിടന്ന് പാടുപെടുക. 2000-ത്തിലധികം. അതും 5-10 വർഷങ്ങളല്ല കേട്ടോ. അദ്ദേഹത്തിന്റെ ജീവിതാവസാനം വരെ പല സമയങ്ങളിലായി 10,000-ഓളം കുട്ടികളെയാ ശുശ്രൂഷിച്ചത്. കർത്താവേ, 10,000? അതെ അച്ചായ. അതും ഒരു മനുഷ്യനോട് പോലും ഒരിക്കൽ പോലും സഹായം ചോദിക്കാതെ ദൈവത്തോട് മാത്രം തന്റെ ആവശ്യങ്ങളെ അറിയിച്ചുകൊണ്ട് ആ കുട്ടികൾക്കെല്ലാം നല്ല ഭക്ഷണവും താമസവും വസ്ത്രങ്ങളും ഏറ്റവും നല്ല വിദ്യാഭ്യാസവും കൊടുത്തു. ആശ്രയിച്ചതും ചോദിച്ചതും കർത്താവിനോടായിരുന്നു എന്ന് മാത്രം. ശരിക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ അത്ര ഈസി ആയിട്ട് നടക്കുമോ? ദൈവത്തിന് പ്രവർത്തിക്കാൻ അതിരുകളില്ലല്ലോ അച്ചായ. പക്ഷെ എപ്പോഴും കാര്യങ്ങൾ അവർക്ക് അത്ര ഈസി ഒന്നും അല്ലായിരുന്നു കേട്ടോ. ചിലപ്പോൾ സമൃദ്ധിയായും ചിലപ്പോൾ നല്ല ടൈറ്റായ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ നേരം പോലും ആ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കാതെ എല്ലാ കാര്യങ്ങളും തക്ക സമയത്ത് ദൈവം കൊടുത്തു. അവരുടെ വിശ്വാസം അങ്ങേയറ്റം പരീക്ഷിക്കപ്പെട്ട അനേക സംഭവങ്ങൾ ആ ബുക്കിൽ വിവരിച്ചിട്ടുണ്ട്. അതിലെന്നെ ഏറ്റവും സ്പർശിച്ചൊരു കഥ ഞാൻ പറയാം. ബ്രിസ്റ്റോൾ എന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവ കഥ. കർത്താവ് തന്ന ഭാരത്താൽ അനാഥ കുഞ്ഞുങ്ങൾക്കായി താൻ തുടങ്ങുകയും ദൈവാശ്രയത്തിൽ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന അനാഥാലയത്തിലേക്ക് ജോർജ് മുള്ളർ കടന്നു വരുന്നു. പക്ഷേ അന്ന് ആ പ്രഭാതത്തിൽ അവിടെ സാഹചര്യങ്ങൾ അത്ര അനുകൂലമായിരുന്നില്ല. കുഞ്ഞുങ്ങളെ, ഇപ്പൊ അങ്കിള് വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം.
സർ, അറിയാമല്ലോ നമ്മുടെ സ്റ്റോക്ക് എല്ലാം തീർന്നിരിക്കുക. 8 മണിയായി. കുഞ്ഞുങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം. റൊട്ടിയുമില്ല, അപ്പവുമില്ല. 1 മണി ധാന്യം പോലും ബാക്കിയില്ല. വിശന്നിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് എന്തു കൊടുക്കും? എല്ലാവരും ഭക്ഷണത്തിന് ഇരുന്ന് കഴിഞ്ഞു. ഇതുപോലൊരു സിറ്റുവേഷൻ ഇതാദ്യമായിട്ടാണല്ലോ. എല്ലാം കാലി. ഈ കുഞ്ഞുങ്ങളോട് എന്ത് പറയും? Good morning, Uncle. ഗുഡ് മോർണിംഗ് കുഞ്ഞുങ്ങളെ. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്ന് അങ്കിളും നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിച്ചോട്ടെ. ഓക്കെ? പക്ഷെ നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ ടേബിൾ കംപ്ലീറ്റ്ലി കാലിയാണ്. കുഴപ്പമില്ല, ഇത്ര നാളും നമുക്ക് കറക്റ്റ് ടൈമിൽ ഗോഡ് ഭക്ഷണം തന്നിട്ടില്ലേ? നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതല്ലേ? സോ ഗോഡ് വിൽ ഡെഫിനറ്റ്ലി പ്രൊവൈഡ് അസ്, അല്ലേ? അന്ന, കുഞ്ഞുങ്ങൾ കഴിക്കാനുള്ള പ്ലേറ്റ് എടുത്തോളൂ. ഓക്കെ, ഫൈൻ. കുഞ്ഞുങ്ങളെ, നമുക്ക് ഭക്ഷണത്തിനായിട്ട് പ്രാർത്ഥിക്കണ്ടേ? എല്ലാവരും കണ്ണടച്ചോളൂ, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്കിൾ, പ്ലേറ്റിലൊന്നും കഴിക്കാനില്ലല്ലോ, പിന്നെ എങ്ങനെ താങ്ക്സ് പറയൂ? മോളെ, അതാണ് വിശ്വാസം. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ദൈവം ഇന്നും ജീവിക്കുന്നു, അല്ലേ? വരൂ, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾക്ക് തന്ന ആഹാരത്തിനായിട്ട് നന്ദി. ഈ ഭക്ഷണത്തെ അനുഗ്രഹിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ. ആരോ വന്നിട്ടുണ്ടല്ലോ. ഞാൻ പോയി നോക്കാം. സർ, നമ്മുടെ ഗ്രാമത്തിലെ പാൽക്കാരൻ പീറ്റർ വന്നിട്ടുണ്ട് കേട്ടോ. സാറിനോട് എന്തോ സംസാരിക്കണമെന്ന് പറയുന്നു. ഗുഡ് മോർണിംഗ് മിസ്റ്റർ മുള്ളർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ പീറ്റർ. ഞാൻ എൻ്റെ വണ്ടിയിൽ പാല് വിൽക്കാൻ വേണ്ടി പോവായിരുന്നേ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ആക്സിൽ അങ്ങോട്ട് ഒടിഞ്ഞു. ഇനിയിപ്പോൾ അത് നന്നാക്കി വരുമ്പോഴേക്കും കുറേ സമയമാവും. അപ്പോഴേക്കും പാലും ചീത്തയാവും. ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് സാറിൻ്റെ കുഞ്ഞുങ്ങളെ പറ്റി ഓർത്ത്. അപ്പോൾ സാർക്ക് വിരോധമില്ലെങ്കിൽ ഈ പാലൊക്കെ ഒന്ന് ഇവിടെ ഇറക്കിക്കോട്ടെ. പിന്നെന്താ, ഇറക്കിക്കോളൂ. വളരെ നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ മിസ്റ്റർ പീറ്റർ. എന്നാൽ ശരി, ഞാൻ ഇറങ്ങുവാണേ. ഞാൻ നോക്കാം എന്നാ. ഹലോ മിസ്റ്റർ റോബർട്ട്, എന്തുണ്ട് വിശേഷം? ഇന്നെന്താണ് രാവിലെ ഈ വഴിക്ക്? ബേക്കറി തുറന്നില്ലേ? മിസ്റ്റർ മുള്ളർ, ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഞാനൊരു 2 മണിയായപ്പോൾ എഴുന്നേറ്റ് കുറച്ച് റൊട്ടി ഉണ്ടാക്കി. പ്ലീസ് ഇതൊന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണേ. തീർച്ചയായിട്ടും. താങ്ക് യു മിസ്റ്റർ റോബർട്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വെൽക്കം മിസ്റ്റർ മുള്ളർ. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വിശ്വസ്തത മനസ്സിലാക്കാൻ നമുക്ക് ഒരവസരം കൂടി ലഭിച്ചു, അല്ലേ എന്നാ? അവനിൽ ആശ്രയിക്കുന്നവർക്ക് അവരെന്നും സമീപസ്ഥൻ തന്നെ. ശരിയാണ് സർ. ഒരിക്കൽ കൂടി അവനത് തെളിയിച്ചു. അവൻ എന്നെന്നും വിശ്വസ്തൻ. കുഞ്ഞുങ്ങളെ നോക്കൂ, നിങ്ങൾ വിശ്വാസത്തോട് നന്ദി പറഞ്ഞ നിങ്ങളുടെ ഭക്ഷണം റെഡിയാണ്. നോക്കിക്കേ, സ്വർഗത്തിലെ ദൈവമാണ് നമ്മുടെ നല്ല പിതാവ്. അവനെന്നും നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളെ നടത്തും, അല്ലേ? അത്ഭുതം തന്നെ. അപ്പൊ പറഞ്ഞ കാക്ക ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരാറുണ്ടല്ലേ?
നമ്മുടെ ദൈവത്തിനൊരു മാറ്റവും വന്നിട്ടില്ലല്ലോ അച്ചായ. കർത്താവിന് പ്രവർത്തിപ്പാൻ അതിരുകളില്ലല്ലോ. അത് നീ പറഞ്ഞത് ശരിയാണ്. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ. ഒരിക്കൽ തണുപ്പ് കാലത്ത് അവരുടെ അനാഥാലയത്തിലെ ഹീറ്റർ കേടായിപ്പോയി. അത് നന്നാക്കാൻ 1 ദിവസം എടുക്കുമെന്ന് പറഞ്ഞു. ജോർജ് മുള്ളർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ആ 1 ദിവസം മാത്രം തെക്കൻ കാറ്റ് വടക്ക് ദിശ മാറി വീശി. അന്ന് അവർക്ക് തണുപ്പ് തോന്നിയതേയില്ല. കാറ്റിനെയും കടലിനെയും ഒരു വാക്കിനാൽ നിയന്ത്രിക്കുന്ന നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു, ഇന്നും പ്രവർത്തിക്കുന്നു അച്ചായ. വലിയ അതിശയം തന്നെയാണ്. പക്ഷേ അവരൊക്കെ വലിയ വിശ്വാസമുള്ളവരല്ലേ? നമ്മുടെയൊക്കെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? നമ്മളും അവന്റെ മക്കളല്ലേ അച്ചായ. ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അവനിൽ തന്നെ ആശ്രയിക്കാം, അവനോട് ചോദിക്കാം. പിന്നെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതിന് തടസ്സമായിരിക്കുന്നത് നമ്മുടെ അവിശ്വാസവും പാപവും മാത്രമാണ്. നമുക്ക് അനുതാപത്തോടും വിശ്വാസത്തോടും കൂടി പ്രാർത്ഥിക്കാം. അവന്റെ മറുപടിക്കായി കാത്തിരിക്കാം അച്ചായ. ശരിയാ ലിസി. നമ്മൾ വേറെ ആരോടെങ്കിലും ചോദിക്കുന്നതിലും നമ്മുടെ അപ്പനോട് ചോദിക്കുന്നത് തന്നെയാ നല്ലത്. ലിസി, വാ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പാ, നീ എന്നോട് ക്ഷമിക്കണമേ. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നിന്നെ വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. മനുഷ്യനായിരുന്നു എൻ്റെ ആശ്രയം. എൻ്റെ കണ്ണ് തുറന്നതിനായി നന്ദി. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന പിതാവേ, കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കാനായി നീ ഞങ്ങൾക്ക് വേണ്ട വഴികൾ തുറക്കുന്നതിനായി നന്ദി പിതാവേ. യേശുവിൻ്റെ നാമത്തിൽ ആമീൻ. ആമേൻ. ലിസി, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബോണസ് വന്നു. ഇത്ര നേരത്തെയോ? കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ടെക്നോളജി യുഗമല്ലേ അച്ചായ. ഇപ്പോഴത്തെ കാക്കകളെല്ലാം ഹൈടെക് സൂപ്പർ ഫാസ്റ്റ് കാക്കകളല്ലേ. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. വേദപുസ്തകത്തിലെ ഫിലിപ്പീൻസ് 4-ാം അധ്യായം 6-ാം വാക്യം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത് എന്ന് ദൈവവചനത്തിൽ പറയുമ്പോൾ, നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും മനുഷ്യരെക്കാൾ ദൈവത്തിൽ തന്നെ വിശ്വാസത്തോടുകൂടി നമുക്ക് ആശ്രയിക്കാം. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനയുടെ മാസ്മരിക ശക്തിയുടെ മകുടോദാഹരണമായ ജോർജ് മുള്ളർ തൻ്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതി: നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതാതെ നേരെ നടക്കുന്നുവെങ്കിൽ, ദൈവത്തിൽ വിശ്വസിച്ച് ക്ഷമയോടെ കാത്തിരിക്കുന്നുവെങ്കിൽ, നിന്റെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഉത്തരം ലഭിക്കുന്നതാണ്. ചില ഉത്തരങ്ങൾ പെട്ടെന്ന്, ചിലതിനായി നാളുകൾ കാത്തിരിക്കേണ്ടതായി വരാം. അപ്പോഴെല്ലാം ക്ഷമയോടെ ദൈവത്തിൽ തന്നെ ആശ്രയിക്കാം. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഏലിയാവിൻ്റെയും ദൈവം, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവം ജോർജ് മുള്ളറിൻ്റെയും ദൈവമായിരുന്നു. ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്കും ഈ ദൈവം മതിയായവൻ തന്നെ. അവന്റെ ശക്തിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവസാനത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത്രയും നേരം ക്ഷമയോടെ ഞങ്ങളുടെ ഈ പ്രോഗ്രാം കണ്ടതിനും ഞങ്ങളെ എൻകറേജ് ചെയ്തതിനും നിങ്ങളോട് എല്ലാവരോടും ഉള്ളത് നന്ദി അറിയിക്കുന്നു. Hope we were able to communicate some truths to you by our small efforts, and we hope and pray that it will bear fruits in our lives as well as yours. We would like to conclude with the final song by our whole Sunday school team. അത്ഭുതമാണ് നിൻ
എല്ലാത്തിനുമായിട്ട് നന്ദി പറയുന്നു. നമ്മളെല്ലാവരുടെയും ഹൃദയത്തിൽ യഥാർത്ഥമായിട്ട് ആ നന്ദി ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത്, കർത്താവിൻ്റെ കരുതലിനെ ഓർത്ത്, കർത്താവിൻ്റെ നടത്തിപ്പിനെ ഓർത്ത് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലെ ദൈവത്തിന് നന്ദി പറയാം. നമുക്കതുപോലെ വന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരൊക്കെ വളരെ നന്നായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് കർത്താവിൻ്റെ കരങ്ങളാൽ അവർ ഉപയോഗിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ സാധിച്ചു. എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരോട് എടുത്ത ഓരോ എഫേർട്ടിനും നമുക്ക് അവർക്ക് നന്ദി പറയാം. അതേപോലെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും ഒരു മനസ്സോടെ നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ നടത്തിപ്പിനായിട്ട് നിങ്ങളെല്ലാവരും പ്രയത്നിച്ചു. പ്രാർത്ഥിക്കുക മാത്രമല്ല, പ്രയത്നിക്കുകയും ചെയ്തു. ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾക്കും അതിനായിട്ട് നിങ്ങളുടെ എല്ലാ എഫേർട്ടിനെ ഓർത്ത് നന്ദി പറയുന്നു. അതേപോലെ വന്ന ഗസ്റ്റിനെയും നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങൾ സമയമെടുത്ത് ഈ പ്രോഗ്രാമിൽ ഇൻവോൾവ് ചെയ്യാൻ തക്കവണ്ണം വന്നതിനായിട്ട് നന്ദി പറയുന്നു. അതുപോലെ ക്യാമറയുടെ കാര്യങ്ങൾ ഒക്കെ നിയന്ത്രിക്കാൻ തക്കവണ്ണം പ്രിയ സഹോദരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഗസ്റ്റിൻ്റെ സൂമിൽ തീർച്ചയായിട്ടും സൂമിൽ അറ്റൻഡ് ചെയ്ത എല്ലാ സഹോദരങ്ങൾക്കും ഞങ്ങൾ CAK കുവൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് നന്ദി പറയുന്നു. അതേപോലെ കട്ടനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത സഹോദരങ്ങൾക്കും നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാമിനായിട്ട് അടുത്ത് വരാം. ഗിഫ്റ്റ് ഡിസ്ട്രിബ്യൂഷനാണ്. ഞാൻ അജ്ബറിനെ ഗിഫ്റ്റ് ഡിസ്ട്രിബ്യൂഷനായിട്ട് വിളിക്കുന്നു. നമുക്ക് കുഞ്ഞുങ്ങളെ പേര് വിളിക്കുമ്പോൾ ഓരോരുത്തരായിട്ട് പറഞ്ഞേ. ആനിമ സിസ്റ്ററിൻ്റെ ക്ലാസ്സിൽ എന്യ, നെക്സ്റ്റ് ടെവിൻ ടൈറ്റസ്, അടുത്തത് ഡിയോണ, അടുത്തത് സുധീർ ബ്രദറിൻ്റെ ക്ലാസ്സിൽ എവ്ലിൻ, തിമോത്തി, എസ്റ്റർ, അടുത്തത് രശ്മി ആൻറ്റിയുടെ ക്ലാസ്സിൽ ലില്ലി, നെക്സ്റ്റ് ആശ സിസ്റ്ററുടെ ക്ലാസ്സിലെ മിയ, ബെനീറ്റ, അടുത്തത് രജനി സിസ്റ്ററിൻ്റെ ക്ലാസ്സിലെ എഡ്വീന, ഷാരൻ, നെക്സ്റ്റ് നമ്മുടെ വൺ ആൻഡ് ഓൺലി സാം, റോയ് ബ്രദറിൻ്റെ ക്ലാസ്സിൽ. താങ്ക് യു ഓൾ. താങ്ക് യു അജിത് ബ്രദർ. നമ്മൾ നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ടാറിൻ്റെ ഗിഫ്റ്റാണ്. തിമുത്തി, അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സെഷൻ എത്തിയിരിക്കുകയാണ് നമ്മൾ. ഓക്കെ, നമ്മൾ പ്രാർത്ഥിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് നമുക്ക് പരിപാടി വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ റോയ് ബ്രദർ നമ്മളെ പ്രാർത്ഥനയിൽ ലീഡ് ചെയ്യും. സോരം പ്രാർത്ഥിച്ച് നമുക്ക് മീറ്റിംഗ് നിർത്താം. So I hope all of you children enjoyed this time. Okay.
In the future, this will be wonderful memories for you. Okay? And I'd like to thank all the teachers and everyone who worked behind this. We had a variety of messages from planting the seeds to bearing fruits for the Lord, isn't it? Okay? So anyhow, you all are busy with your gifts, so we shall end this program with a prayer. Okay? Okay, let's close our eyes. Dear Father, we thank you for this wonderful time we had, O Lord. We thank you for guiding the teachers and strengthening the children and keeping them all in good health for this program, O Lord. We pray that as they grow up, each one of us will be able to see it as it is done for your glory, O Lord. Guide us and bless us, O Lord, and we pray for a new and a wonderful Sunday school again. Thank you, Lord. In Jesus' name we ask. Amen.